ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പോരാത്ത ഇന്ന് ചേട്ടൻ വരുന്നുണ്ട് വൈകിട്ട്. പിന്നെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളായിരുന്നു ഇന്ന്. പിന്നെ ഇന്നാണെങ്കിൽ ഈവനിങ്ങിൽ വർക്കൗട്ട് ചെയ്തില്ല കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേ. അത്ര രാവിലെ ഒന്നും അല്ല, യൂഷ്വലി ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. രാത്രിയിൽ അങ്ങനെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് രാവിലെ വന്ന അമ്മ ഇച്ചുവിനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് നേരം ഉറങ്ങുന്നുണ്ടോ ചോദിച്ചാൽ ഉറങ്ങുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ എഴുന്നേൽക്കുന്നുണ്ട്, അങ്ങോട്ട് ഉറക്കം ശരിയാവുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ ഇച്ചുവിന് കുറുക്കൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അമ്മയാണ് കുറുക്ക് കൊടുക്കുന്നത്, ഞാൻ ജസ്റ്റ് എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞാനും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു. എന്തോ റാഗി ഉപ്പുമാവോ അങ്ങനെ ഏതാണ്ടൊരു സംഭവമായിരുന്നു കഴിച്ചത്. എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു ഇച്ചുവിന് എന്ത് ഫുഡാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്ന്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഒന്നും നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം, അവർ കഴിക്കത്തില്ല. ഈ ഉപ്പും ഇതൊന്നും ഇല്ലാതെ അല്ല മധുരമൊക്കെ കുറവാണെങ്കിൽ അവർ അധികം കഴിക്കത്തൊന്നുമില്ല. പിന്നെ ശരിയാണ്, അവരിതുവരെ രുചിച്ചിട്ടില്ല, അപ്പോൾ അവർക്കറിയത്തില്ല ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് എന്ന് പറയുന്നതൊക്കെ കറക്റ്റാണെങ്കിലും എല്ലാ പിള്ളേരും എല്ലാം ഒന്നും കഴിക്കത്തില്ല. എസ്പെഷ്യലി പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഇവളാകെ കുറുക്ക് മാത്രം, 1-2 റാഗി, പിന്നെ അതുപോലെ ഏത്തക്ക പൊടിച്ചിട്ട് കുറുക്കെടുക്കത്തില്ലേ അത്, പിന്നെ ഇടയ്ക്ക് റവ കൊടുക്കും കേട്ടോ. റവയ്ക്കകത്ത് പക്ഷേ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഇല്ല, പക്ഷേ എന്തെങ്കിലും മാറി മാറി കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ മത്തങ്ങ പുഴുങ്ങിയല്ല, അത് ആവി കയറ്റിയിട്ട് അത് ഉടച്ച് കൊടുത്താൽ അത് കുറച്ചൊക്കെ കഴിച്ചോളും. പിന്നെ ഇന്നലെ ക്യാരറ്റ് കൊടുത്ത് നോക്കി, 3-4 കഴിച്ചു. പിന്നെ അവൾ അതിങ്ങനെ ഓക്കാനിക്കാൻ വന്നു. അപ്പം പിന്നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഫീഡ് ചെയ്തില്ല. അപ്പം നമ്മൾ ഒത്തിരി ഫോഴ്സ് ചെയ്ത് കൊടുത്താൽ പിള്ളേർക്ക് ചിലപ്പം ഫുഡിനോട് തന്നെ ഒരു വെറുപ്പായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവൾ എപ്പം വേണ്ട എന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കുമല്ലോ, അന്നേരം നമ്മൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അതിപ്പോൾ കുറുക്കാണെങ്കിലും നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും നാക്കും കൊണ്ട് ഇങ്ങനെ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ആദ്യമായിട്ടൊക്കെ ഫുഡ് സോളിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് ഡൗട്ട് കാണും എത്ര ടൈംസ് കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരു തവണ വല്ലതും കൊടുത്താൽ മതി. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പം 2 നേരം ആക്കേണ്ടി വരും, ചിലപ്പോൾ അത് 3 നേരം ആക്കേണ്ടി വരും. അപ്പം അവർ ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ കൊടുത്താൽ മതി. ഇപ്പം ഈ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ 4 ടൈമായിട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ 4 ടൈം ഭയങ്കരമായിട്ടും കൊടുക്കുമെന്നല്ല, കുറച്ച് അത് 4 ചിലപ്പോൾ 3 കാണത്തുള്ളൂ. ചില ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും മാത്രമേ കൊടുക്കത്തുള്ളായിരിക്കും. അപ്പോൾ അത് അവളുടെ വിശപ്പനുസരിച്ചായിരിക്കും നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അല്ലാതെ ചിലപ്പം ചില ദിവസം അവർ 1 നേരമേ കഴിക്കത്തുള്ളായിരിക്കും, അല്ലെ 2 നേരമേ കഴിക്കത്തുള്ളായിരിക്കും. അപ്പം നിങ്ങൾ അതൊന്നും ഓർത്ത് അയ്യോ ഇന്ന് 3 നേരം കൊടുത്തില്ലല്ലോ, ഒറ്റ നേരം അല്ലേ കൊടുത്തുള്ളൂ എന്നൊന്നും വെച്ച് ടെൻഷൻ അടിക്കണ്ട. അവർക്ക് വിശപ്പുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. പിന്നെ ഈ പറഞ്ഞ പോലെ തീരെ മധുരമൊന്നും ഇടാതെ കൊടുത്താൽ റാഗി ആണെങ്കിലും അല്ലെങ്കിൽ എന്തുവാണെങ്കിലും അവർ കഴിക്കണമെന്നില്ല. സോ ഇച്ചിരി മധുരമൊക്കെ ആഡ് ചെയ്യാം. ഷുഗർ അല്ല കേട്ടോ, മറ്റേ ഞാൻ പറഞ്ഞ പോലെ കരിപ്പെട്ടി പിന്നെ പനങ്കൽക്കണ്ട് ആഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറച്ച് മധുരമൊക്കെ ഇട്ട് കൊടുത്താൽ കഴിച്ചോളും. പിന്നെ എല്ലാ ഫുഡൊന്നും ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ പുഴുങ്ങി കൊടുത്താലൊന്നും അവർ കഴിക്കത്തൊന്നുമില്ല. അതൊക്കെ റീൽസിലൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. പക്ഷേ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ അവർ അങ്ങനെ കഴിക്കണമെന്നില്ല. എന്ന് വെച്ചാൽ കഴിക്കുന്ന കുറേ പിള്ളേരും ഉണ്ട്. പക്ഷേ നിങ്ങളതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിള്ളേർ കഴിക്കുന്ന എന്തുവാണോ അത് കൊടുക്കുക. പിന്നെ അവരെ ഒത്തിരി ഫോഴ്സ്ഫുള്ളി അങ്ങ് ഫീഡ് ചെയ്ത് ഫുഡിനോട് അങ്ങ് വെറുപ്പാക്കരുത്. പിന്നെ അവർക്ക് ഫുഡ് കാണുമ്പോഴേ ഒരു ട്രോമയായിരിക്കും. സോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം സമയം 4:30. ഞാൻ ഇച്ചുവിന് ഫീഡ് ചെയ്യാൻ അവളുടെ കൂടെ കയറി കിടന്നതാണ്. ഉച്ചയ്ക്ക് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ആക്ച്വലി ഇച്ചു ഉച്ചയ്ക്ക് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊന്ന് ഉണർന്നപ്പോൾ ഞാൻ പിന്നെ പാല് കൊടുക്കാൻ അവളെ എടുത്തുകൊണ്ട് പോയായിരുന്നു. എന്നിട്ട് ഞാനും കൂടെ കിടന്നു. അപ്പം
യൂഷ്വലി ഫീഡ് ചെയ്ത പുള്ളിക്കാരത്തി പിന്നെ ഞാൻ ഇങ്ങനെ കൂടെ കിടക്കണം, വിടത്തില്ല. അപ്പം അങ്ങനെ കിടന്നു പോയതാണ്. ഞാനൊന്നും കഴിച്ചുമില്ല, സമയം ഒത്തിരിയായി. ആക്ച്വലി ഇച്ചു എപ്പോഴും ഇങ്ങനെ കേട്ടോ. അങ്ങനെ അവൾക്ക് ലാസ്റ്റ് ഈ ബോട്ടിൽ ഫീഡ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പം ബോട്ടിൽ ഫീഡ് ചെയ്താൽ പിന്നെ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പാല് കൊടുക്കുമെന്നതിൽ അവൾ വിടത്തില്ല, ഇങ്ങനെ പിടിച്ചു വെച്ചേക്കും. അപ്പം അങ്ങനെ ലാസ്റ്റ് ബോട്ടിൽ ഫീഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എന്ന് ഇവർക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാൻ ഞാൻ കിടന്നിട്ടുണ്ടോ, ചിലപ്പോൾ രാവിലെ ആയിരിക്കും, ഒത്തിരി ലേറ്റായിട്ടായിരിക്കും എഴുന്നേക്കുന്നത്. ചിലപ്പോൾ ഉച്ചയ്ക്ക് പറഞ്ഞാൽ രാവിലെയും കാര്യമായിട്ട് ഞാനൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് ലഞ്ചും സ്കിപ്പായി. ഇനിയിപ്പം ചായ വല്ല ഇടാം. യൂഷ്വലി ചായ ഞാൻ ഇപ്പം നിർത്തി വെച്ചേക്കുക ഈവനിങ്ങിൽ. പക്ഷേ ഇടയ്ക്ക് കുടിക്കും കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഡയറ്റൊന്നുമില്ല. ഇടയ്ക്ക് കുടിക്കണമെന്ന് തോന്നുമ്പം കുടിക്കും. ഇന്നിനി ഞാൻ ചിലപ്പോഴേ എക്സസൈസൊക്കെ ചെയ്യത്തുള്ളൂ. പിന്നെ പട്ടിണിയും കടന്നിനി എക്സസൈസും കൂടെ ചെയ്യാൻ. ഞാൻ ആക്ച്വലി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഞാൻ അധികം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം ബോഡി ഓവർ സ്ട്രെയിൻ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. പിന്നെ ഡയറ്റൊന്നും ഞാൻ കാര്യമായിട്ട് നോക്കുന്നൊന്നുമില്ല. എന്താ പറയുക, ഷുഗർ കട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എക്സസ് ആയിട്ടുള്ള ഷുഗറൊക്കെ അവോയ്ഡ് ചെയ്യുന്നതന്നേ ഉള്ളൂ. അല്ലാതെ ചായക്കകത്തും കാപ്പിക്കകത്തും ഒക്കെ ഞാൻ മധുരം ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് മധുരം ഉപയോഗിക്കാറില്ല യൂഷ്വലി. പക്ഷേ ഞാൻ യൂഷ്വലി ഉപയോഗിക്കുന്ന മധുരം ഇട്ട് തന്നെ ഞാൻ ചായ കുടിക്കുന്നത്. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ഷുഗർ കട്ടൊക്കെ ചെയ്താൽ എനിക്കത് മെൻ്റലി എഫക്റ്റ് ആവാൻ തുടങ്ങും. ഫിസിക്കലി എനിക്ക് അത്ര വലിയ പ്രശ്നമില്ല. അപ്പോൾ എൻ്റെ ഒരു ബോഡി ടൈപ്പ് അനുസരിച്ച് ഞാൻ കുറച്ച് വർക്കൗട്ട് ചെയ്താൽ തന്നെ എൻ്റെ വണ്ണം ഈസി ആയിട്ട് കുറഞ്ഞോളും. അപ്പോൾ അതുകൊണ്ട് പിന്നെ വണ്ണം കുറയ്ക്കുന്നതിലുപരി ബോഡി ഫിറ്റ്നസ് വേണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാലുവേദന, നടുവിന് പിടുത്തം, ഇപ്പം നീച്ചു ഓടാനും ചാടാനും ഒക്കെ തുടങ്ങുമ്പോഴത്തേക്ക് അവളുടെ പുറകെ നടക്കാനുള്ള ആരോഗ്യം വേണ്ടേ. അപ്പം നമ്മളുടെ ഓരോ വർഷം കഴിയുന്തോറും നമ്മളുടെ മസിൽ ലോസൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. സോ അതൊക്കെ മാറാൻ അതൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പം ചായ കുടിക്കാത്തത് ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ചായ കാപ്പി ഒരു മൂടില്ല ചായ ഒന്നും ഇടാൻ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ചായ കുറച്ചത്. പക്ഷേ ഇന്ന് എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നി. സോ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കും. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണണം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരണം. അപ്പം ഞാനപ്പോൾ ആ സമയത്ത് അരി ഉഴുന്നങ്ങ് അരയ്ക്കാമെന്ന്. അത് അമ്മ അരച്ചോളാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തായാലും വെറുതെ നിൽക്കുമല്ലോ, അതങ്ങ് അരയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിനകത്ത് ഇടാനുള്ള കുരുമുളക് പൊടിക്കാനുണ്ട്, അപ്പം അതും പൊടിക്കണം. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അങ്ങനെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. അത് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടേ ചെയ്യത്തുള്ളൂ. അല്ലാതെ കണ്ടിന്യൂസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അത്ര നേരം ഒന്നും നിൽക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ കുറച്ച് നേരം ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. അതൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് ചെയ്താൽ മതി. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇച്ചുവിൻ്റെ 1-2 പാത്രം കഴുകാനുണ്ട്, കുറുക്കൊക്കെ കുടിച്ചുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വെക്കണം, അത്രേ ഉള്ളൂ.
നോക്കുന്നത്?